ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഗുരുചരണാമൃതം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീ സത്യസായി ബാബയെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. 1926 നവംബർ 23 ആന്ധ്രാപ്രദേശിലെ പുട്ടപർത്തി എന്ന ഗ്രാമത്തിൽ രത്നാകര പെദ്ദ വെങ്കമ്മ രാജുവിൻ്റെയും ഈശ്വരമ്മയുടെയും മകനായി ബാബ ജനിച്ചു. സത്യനാരായണ രാജു എന്നായിരുന്നു ബാബയുടെ ആദ്യ പേര്. തൻ്റെ 14-ാം വയസ്സിൽ, അതായത് 1940 താൻ മഹാരാഷ്ട്രയിലെ പ്രശസ്ത അവതാരമായിരുന്ന ഷിർദി സായിബാബയുടെ പുനർജന്മമാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. സനാതനധർമ്മത്തിൻ്റെ സാരഥിയായ ബാബ 5 മാനുഷിക മൂല്യങ്ങളിലാണ് തൻ്റെ ആത്മീയ സന്ദേശങ്ങൾ കേന്ദ്രീകരിച്ചത്. സത്യം, ധർമ്മം, ശാന്തി, പ്രേമം, അഹിംസ. എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരെയും സേവിക്കുക, എപ്പോഴും സഹായിക്കുക, ഒന്നിനെയും ഉപദ്രവിക്കരുത് എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ആപദ്വാക്യങ്ങളാണ്. പുട്ടപർത്തിയിൽ ബാബ സ്ഥാപിച്ച പ്രധാന ആശ്രമമാണ് പ്രശാന്തി നിലയം. ശ്രീ സത്യസായി സെൻട്രൽ ട്രസ്റ്റിൻ്റെ കീഴിൽ ലോകോത്തര നിലവാരമുള്ളതും പൂർണ്ണമായും സൗജന്യവുമായ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, സർവകലാശാലകൾ, കുടിവെള്ള പദ്ധതികൾ എന്നിവ ഭാരതത്തിലെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. 2011 ഏപ്രിൽ 24 തൻ്റെ 84-ാം വയസ്സിൽ ബാബ മഹാസമാധി അടഞ്ഞു. പുട്ടപർത്തിയിലെ കുൽവന്ത് ഹാളിൽ ആണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്നത്. സത്യസായി ബാബയും മോഹൻജിയും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായും ഭൗതിക ശരീരങ്ങൾക്കതീതമായതാണ്. മോഹൻജി സത്യസായി ബാബയെ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ല. എന്നിരുന്നാലും ബാബയുടെ സൂക്ഷ്മ സാന്നിധ്യം തന്നെ പല പ്രതിസന്ധികളിലും സംരക്ഷിക്കുകയും വഴി നടത്തുകയും ചെയ്തിട്ടുണ്ടെന്ന് മോഹൻജി വ്യക്തമാക്കിയിരുന്നു. ദുബായിലായിരുന്ന സമയത്ത് കഠിനമായ ചർമ്മരോഗം ബാധിച്ച് കഷ്ടപ്പെട്ടിരുന്ന മോഹൻജിക്ക് ബാബ സൂക്ഷ്മരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഓം ശ്രീ ഭഗവാൻ ശ്രീ സത്യസായി ബാബ നമഃ എന്ന മന്ത്രം നൽകി. ഇതേ തുടർന്ന് അസുഖം ഭേദമായി തുടങ്ങി. മകളുടെ അപ്രതീക്ഷിത വിയോഗം, വിവാഹമോചനം, ജോലി നഷ്ടപ്പെടൽ, കടുത്ത സാമ്പത്തിക തകർച്ച എന്നിവയിലൂടെ മോഹൻജി കടന്നുപോയ ഇരുണ്ട കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ബാബയ്ക്ക് കത്തെഴുതി. ജനക്കൂട്ടത്തിനിടയിലൂടെ നടന്നു വന്ന ബാബ ഈ സുഹൃത്തിന് ഒരു സ്വകാര്യ കൂടിക്കാഴ്ച അനുവദിച്ചു. സുഹൃത്തിൻ്റെ കയ്യിൽ നിരവധി കത്തുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ബാബ അദ്ദേഹത്തോട് എനിക്ക് അതിലെ 3-ാമത്തെ കത്ത് തരൂ എന്ന് ആവശ്യപ്പെട്ടു. ആ കത്ത് അദ്ദേഹം മോഹൻജിയെ കുറിച്ച് എഴുതിയതായിരുന്നു. ആ കത്ത് വാങ്ങി തൻ്റെ മടിയിൽ വെച്ച് തട്ടിക്കൊണ്ട് ബാബ സുഹൃത്തിനോട് പറഞ്ഞു, നീ ഇവിടെ മോഹൻജിയെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. എനിക്ക് മോഹൻജിയെ കുറിച്ച് എല്ലാം അറിയാം. ഞാൻ അവന് ഒരുപാട് കഷ്ടപ്പാടുകൾ നൽകി. അവൻ്റെ സ്ഥാനത്ത് മറ്റാരാണെങ്കിലും ഇതിനോടകം ആത്മഹത്യ ചെയ്യുമായിരുന്നു. അവനുള്ളതെല്ലാം ഞാൻ എടുത്തു മാറ്റി. ഇപ്പോൾ പൂർണ്ണമായും അവൻ ഒറ്റയ്ക്കാണ്. തുടർന്ന് ബാബ ആ സുഹൃത്തിന് വലിയൊരു ആശ്വാസവും ഉറപ്പും നൽകി. ഇനി നീ മോഹൻജിയെ ഓർത്ത് വിഷമിക്കേണ്ടതില്ല. ഞാൻ അവൻ്റെ കൂടെ നടക്കും. ഞാൻ അവനോടൊപ്പം പ്രവർത്തിക്കും. ഞാൻ എപ്പോഴും അവൻ്റെ കൂടെയുണ്ടാകും. 15 മിനിറ്റോളം ബാബ മോഹൻജിയെക്കുറിച്ച് മാത്രം സംസാരിച്ചു. മോഹൻജിയുടെ പത്നിയായ ദേവി മോഹൻ 1999 സത്യസായി ബാബയുടെ ഭക്തയായി മാറിയിരുന്നു.
തനിക്ക് ജീവിതത്തിൽ ഒരു പങ്കാളിയെ വേണമെന്നും അത് തന്നെ ആത്മീയമായി നയിക്കാൻ കഴിയുന്ന ആളായിരിക്കണമെന്നും അവർ ബാബയോട് പ്രാർത്ഥിച്ചു. ഇതേ തുടർന്ന് ബാബ ഒരു ദിവസം രാത്രിയിൽ മോഹൻജിക്ക് ദർശനം നൽകുകയും ദേവി മോഹനെ പറ്റി പറയുകയും വിവാഹം കഴിക്കണമെന്നും പറഞ്ഞു. തുടർന്ന് നീണ്ട 3 വർഷത്തെ സുഹൃത്ത് ബന്ധത്തിനു ശേഷം വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. 2010 ഏപ്രിൽ 18 സെർബിയയിൽ വെച്ച് ലളിതമായ ചടങ്ങുകളോടെ മോഹൻജിയും ദേവി മോഹനും വിവാഹിതരായി. 2011 മില എന്ന മകൾ ജനിച്ചു. മോഹൻജി ഒരു ബ്രഹ്മഋഷി ആയതിനാൽ അദ്ദേഹത്തിന് വിവാഹ ജീവിതം നയിക്കാൻ അനുവാദമുണ്ട്. മോഹൻജി ഫൗണ്ടേഷന്റെ ആഗോള ജീവകാരുണ്യ ആത്മീയ പ്രവർത്തനങ്ങളിൽ മുഖ്യ പ്രവർത്തകയായി പ്രവർത്തിക്കുന്നത് ദേവി മോഹനാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും മോഹൻജിയുടെയും ഗുരുപരമ്പരയുടെയും അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് മോഹൻജി.